മുഖത്തേക്ക് പകൽക്കാലം ഞങ്ങളുടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പകൽക്കാലം ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ അങ്ങയുടെ സന്നിധാനത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവേ, ഈ ആലയത്തെ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഇന്നത്തെ ആരാധനയെ അവിടുന്ന് അനുഗ്രഹിക്കുവാനാണ്. കർത്താവേ, ഞങ്ങൾ പാടുമ്പോൾ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആരാധനകളെ അവിടുന്ന് സ്വീകരിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമായ സ്വർഗീയ ദൂതുകളും അനുഗ്രഹങ്ങളും മന്നകളും കർത്താവിനെ ഞങ്ങൾക്ക് നൽകി തന്ന് ഇന്ന് പകൽക്കാലം ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം എല്ലാവരും കടന്നു വന്നതിനോർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഇന്ന് നാം പാടാൻ പോകുന്ന പാട്ട് എന്റെ സങ്കേതവും എന്റെ ഫലവും, എനിക്ക് ഏറ്റവും അടുത്ത. മക്കളെ, എത്ര വട്ടം നമ്മൾ ഈ ദൈവത്തെ അനുഭവിച്ചിട്ടുണ്ട്. എന്റെ സങ്കേതമായ ദൈവം. ഓർത്തു നോക്കി, നമ്മുടെ സങ്കേതവും നമ്മുടെ കോട്ടയും നമ്മുടെ ബലമായ ആ അനുഭവങ്ങളെ ഓർത്ത് നമുക്ക് ഈ പാട്ടിന്റെ ഈരടികളെ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്റെ സങ്കേതവും എന്റെ ബലവും. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, ഏതൊരാപത്തിലും
നമുക്കുള്ളൊരു ആശ്വാസം, പ്രത്യാശ, സമാധാനം എന്ന് പറയുന്നത്
പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ അവർക്കൊരു പ്രതീക്ഷയില്ല, അവർക്കൊരു പ്രത്യാശയില്ല. പക്ഷെ നമുക്കൊന്ന് ദൈവം തന്നിട്ടുണ്ട്. അതെന്താണെന്നറിയോ? എന്നെ തന്നരികിൽ ചേർക്കുവാൻ എത്രയും വേഗം വന്നിടും. ആ ഒരു പ്രത്യാശ നമ്മുടെ ഇടയിൽ തന്നതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് അടുത്ത ഒരു പാട്ട് കൂടെ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആ പ്രത്യാശയാണ് യേശു വരുന്നേ, യേശു വരുന്നേ. പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോന്നി ഒരുങ്ങിടുന്നു. വരവിനായി തൻ വചനം പോന്നി ഒരുങ്ങിടുന്നു. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോന്നി ഒരുങ്ങിടുന്നു. വരവിനായി തൻ വചനം പോന്നി ഒരുങ്ങിടുന്നു. ഇവിടെ കയറി വരുവിടുന്ന ദൈവ ശബ്ദം അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നു. ഇവിടെ കയറി വരുവിടുന്ന ദൈവ ശബ്ദം അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നു. യേശു വരുന്നേ, യേശു വരുന്നേ, വരവിനായി തൻ വചനം പോന്നി ഒരുങ്ങിടുന്നു. വരവിനായി തൻ വചനം പോന്നി ഒരുങ്ങിടുന്നു. അമ്പരത്തി ശക്തികൾ ഭരിച്ചിടുന്നതാ, അമ്പരത്തിനാൽ ഈ ലോകം നടുങ്ങിടുന്നില്ല. അമ്പരത്തി ശക്തികൾ ഭരിച്ചിടുന്നതാ, അമ്പരത്തിനാൽ ഈ ലോകം നടുങ്ങിടുന്നില്ല. യേശു വരുന്നേ, യേശു വരുന്നേ, വരവിനായി തൻ വചനം പോന്നി ഒരുങ്ങിടുന്നു. വരവിനായി തൻ വചനം പോന്നി ഒരുങ്ങിടുന്നു. നീക്കും ലോകവാഴ്ച യേശു രാജരാജനായി, സ്ഥാപിക്കും സ്വർഗീയ വാഴ്ച തൻ വിശുദ്ധനായി. നീക്കും ലോകവാഴ്ച യേശു രാജരാജനായി, സ്ഥാപിക്കും സ്വർഗീയ വാഴ്ച തൻ വിശുദ്ധനായി. യേശു വരുന്നേ, യേശു വരുന്നേ, വരവിനായി തൻ വചനം പോന്നി ഒരുങ്ങിടുന്നു. വരവിനായി തൻ വചനം പോന്നി ഒരുങ്ങിടുന്നു. മുടിയണിഞ്ഞുരറ്റധാരിയായവൻ, പൊൻകിരീടം ചൂടി തേജപൂർണ്ണനായിതാ. മുടിയണിഞ്ഞുരറ്റധാരിയായവൻ, പൊൻകിരീടം ചൂടി തേജപൂർണ്ണനായിതാ. യേശു വരുന്നേ, യേശു വരുന്നേ, വരവിനായി തൻ വചനം പോന്നി ഒരുങ്ങിടുന്നു. വരവിനായി തൻ വചനം പോന്നി ഒരുങ്ങിടുന്നു. ദൈവം തൻ വിശുദ്ധന്മാരിൽ കണ്ണുനീരെല്ലാം നീക്കിലേകും നിത്യജീവൻ എന്നേക്കുമായി. ദൈവം തൻ വിശുദ്ധന്മാരിൽ കണ്ണുനീരെല്ലാം നീക്കിലേകും നിത്യജീവൻ എന്നേക്കുമായി.
പ്രിയ ദൈവമക്കളെ, നമ്മുടെ പ്രത്യാശ നാം കാത്തിരിക്കുന്നത് കർത്താവിന്റെ വരവിനെ. നമ്മളെല്ലാവരുടെയും പ്രത്യാശ നാം നോക്കിക്കാണുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. വേഗാരൂഢനായി എന്റെ കർത്താവ് വേഗത്തിൽ വരാൻ. ആ വരവിനായി നാം വചനം പോലെ നോക്കിക്കാണുന്നു. വചനത്തിനൊത്തവണ്ണം ഞാൻ നിങ്ങളും ഒരുങ്ങിയിരിപ്പുണ്ടോ എന്റെ കർത്താവ്? ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവ് വന്നാൽ നാം അവരോട് കൂടെ ആയിരിക്കാൻ നമുക്ക് കഴിയും. എണ്ണയുണ്ടോ നിൻ വിളക്കിൽ? നീ ഒരുങ്ങിയിട്ടുണ്ടോ? പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലം ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ? ഞാൻ ദൈവത്തിന് വേണ്ടി തയ്യാറാണോ? എന്റെ അപ്പൻ വന്നാൽ ഞാൻ എന്റെ അപ്പനെ കാണുന്നു. നാം ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്ത നമ്മുടെ പ്രത്യാശ, നമ്മുടെ അടുത്ത കർത്തവ്യം എന്ന് പറയുന്നത് ഈ സഭയും നമ്മുടെ ചുറ്റുമുള്ളവരും ദൈവസന്നിധിയിൽ നമുക്ക് ദൈവത്തെ കാണാൻ കഴിയും. പകൽക്കാലം നാം ദൈവസന്നിധിയിൽ അടുത്ത് വരുമ്പോൾ അല്പസമയത്തോടെ കണ്ണുകളെ മടക്കി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ സഭയായി ഒരുക്കണമേ. അങ്ങയുടെ വരവിന് വേണ്ടി അങ്ങയുടെ വചനപ്രകാരം ഞങ്ങളുടെ സഭയെ ഒരുക്കമുള്ള സഭയായി ഞങ്ങളെ മാറ്റണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള സമൂഹങ്ങളെ, നമ്മുടെ സഭയ്ക്ക് ചുറ്റുമുള്ള ആളുകളെ, കുടുംബങ്ങളെ, വ്യക്തി ജീവിതങ്ങളെ, നമ്മുടെ രാജ്യത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ദേശത്തെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ സഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി, സഭയുടെ ഇന്നത്തെ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ 2-3 പേർക്ക് ശബ്ദമുയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി കർത്താവേ, നന്ദി അപ്പാ, നന്ദി കർത്താവേ. വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ അവകാശം നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ ശോഭച്ച. നിന്റെ മക്കളായ അടികളെ മുഖത്തേക്ക് നോക്കിയാൽ അടികളെ നാളെ ലജ്ജിപ്പിക്കാത്ത നല്ല ദൈവമേ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്ന ഞങ്ങളോട് കരുണ കാണിക്കണമേ. കഴിഞ്ഞ കാലം മുഴുവൻ കർത്താവേ, ആയുധയിടങ്ങളിലൊക്കെ അങ്ങയുടെ പരിപാലനം കൂടിയിരുന്ന അടികളെ ഓരോരുത്തരെയും കർത്താവ് സൂക്ഷിച്ച് പരിപാലിച്ച് ആരോഗ്യത്തോടെ ആയുസോടെ ഈ പകൽക്കാലം കൂട്ടിവരുത്തിയിരിക്കുന്ന നിങ്ങളുടെ വിശ്വസ്തതകളെ ഓർത്ത് അങ്ങയെ കോടാൻ കോടി 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 സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല നന്മ ഞാൻ അവന് എന്ത് കരയില്ല. പാനപാത്രം എടുത്ത് യഹോവയുടെ
നാമത്തെ വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കഴിക്കുമെന്ന് ഈ പകൽക്കാലം അടികളെ സഹായിക്കുന്നവരുടെ വിശ്വസ്തതകൾക്കായി നന്ദി അപ്പച്ച. അങ്ങേക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിപ്പാന് ഇന്ന് പകൽക്കാലം അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ഏകാഗ്ര ഹൃദയത്തോടെ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവേ അങ്ങയുടെ നാമത്തിന് തക്ക മഹത്വം തരുവാനെ ഈ പകൽക്കാലം അടിയങ്ങളെ ഓരോ ജീവിതങ്ങളെയും കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിശുദ്ധിയിൽ ഭയങ്കരനായ എന്റെ ദൈവത്തെ വിശുദ്ധിയോടെ ആരാധിപ്പാന് കർത്താവ് കൃപ തരണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പകൽക്കാലം പാടിയതുപോലെ കർത്താവേ വചനപ്രകാരം ഒരുങ്ങി ജീവിപ്പാൻ അടിയങ്ങളെ യോഗ്യരാക്കണം കർത്താവേ. അനവധിയായ കുറവുകളുണ്ട് കർത്താവേ. അങ്ങയുടെ രക്തത്താൽ ഈ പകൽക്കാലം ഒന്നുകൂടി കഴുകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്ന എല്ലാ നിങ്ങളുടെ മക്കളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അടിയോടൊപ്പമുള്ള ആരാധന കർത്താവ് നിന്റെ മക്കളുടെയും ജീവിതത്തിൽ അനുഗ്രഹമാക്കി കർത്താവ്. ഓരോ ശുശ്രൂഷയെ അങ്ങ് തന്നെ ഭരിച്ചു നടത്തണമേ. ദേവദാസന്മാർക്കായിട്ടുള്ള പ്രത്യേക ജ്ഞാനവും കഴിവും കൃപയും കർത്താവ് കൊടുക്കണമേ. അടിയുടെ ദേവദാസിനെ കുടുംബമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയും നിലനിർത്തിക്കാട്ട അങ്ങയുടെ കൃപയുടെ മേലെല്ലാം ഇരിക്കാൻ നന്ദി. ഈ വാത്സല്യ ഭവനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ നടത്തിക്കാട്ട പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ തിരുനാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ കർത്താവേ, നൽകി തന്ന നല്ല സമയത്തിനായി സ്തോത്രം കർത്താവേ. ആരാധനയുടെ ഇത്രത്തോളം ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ. തുടർന്നുള്ള ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം വായിക്കുമ്പോൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് കേൾക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾക്ക് ഇന്ന് ആവശ്യമായ വചനം സ്വർഗത്തിലെ ദൂതന്മാരാൽ ദൈവമേ അങ്ങയുടെ ദാസനിലൂടെ ഞങ്ങൾക്ക് നൽകി തരുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പൊ ആ വചനം ഞങ്ങൾ കേട്ടെടുത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നൂറുമേനിയായ ദിവസങ്ങളിൽ ഫലം കായ്ക്കുവാൻ ദൈവം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവേ, ആമേൻ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 96 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് വായിക്കും. Psalms 96, 96 സങ്കീർത്തനം. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുകയും സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുകയും. ജാതികളുടെ ഇടയിൽ അവന്റെ മഹത്വവും സകല വംശങ്ങളുടെയും ഇടയിൽ അവന്റെ അത്ഭുതങ്ങളും വിവരിപ്പീൻ. ജാതികളുടെ ദേവന്മാരൊക്കെയും മിഥ്യാമൂർത്തികളത്രേ, യഹോവയോ ആകാശത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പീൻ, മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുപ്പീൻ. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോട് യഹോവയെ നമസ്കരിപ്പീൻ. സകല ഭൂവാസികളുമായുള്ളവരെ അവന്റെ മുൻപിൽ നടുങ്ങുവീൻ. ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിന്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ. അടുത്ത വാക്യം ചേർന്ന് വായിക്കും. യഹോവയുടെ സന്നിധിയിൽ തന്നെ ഒരു
നമ്മെ നടത്തുന്ന ഈ കഴിഞ്ഞ 12 മാസം ഇനി ഒരു ആഴ്ചയും കൂടി ഈ വർഷത്തിൽ ശേഷിക്കുന്നുള്ളൂ. ഇത്രത്തോളം സമയം അവന്റെ അത്ഭുതകരമായ കരവലയത്തിനുള്ളിൽ നമ്മെ സൂക്ഷിച്ച് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് സമാധാനം തന്ന് നമുക്ക് സന്തോഷം തന്ന് നമ്മെ ധൈര്യപ്പെടുത്തി ഈ 25ന്റെ ഇത്രത്തോളം സമയം നമ്മെ നടത്തിയ ദൈവത്തെ നമുക്കൊരു പ്രാവശ്യം സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. We lift your name up, O Lord. സകല സ്തുതിയും ബഹുമാനവും നിനക്ക് മാത്രമുള്ളത്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ തിരുനാമത്തെ വീണ്ടും സ്തുതിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ നടത്തി, ഇത്രത്തോളം അവിടുന്ന് ഞങ്ങളുടെ കണ്ണുനീരുകളെ തുടച്ചു, ഇത്രത്തോളം ഞങ്ങളുടെ നിരാശകളെ മാറ്റി, ഞങ്ങൾക്ക് ധൈര്യം നൽകി, ഞങ്ങളെ ബലപ്പെടുത്തി ഈ ഭൂമിയിൽ മറ്റുള്ളവരുടെ മുൻപാകെ ഞങ്ങളെ അത്ഭുത വിഷയമാക്കി തീർന്നു. ഈ ആരാധനയിൽ ഞങ്ങളെ സഹായിക്കണമേ. തുടർന്ന് അവിടുത്തെ വചനത്തിൽ കൂടി ഞങ്ങളോട് ഇടപെടണമേ. അവിടുന്ന് ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങൾക്കായി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. Please be seated in the presence of God. കർത്താവിന്റെ സന്നിധി നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ആയിരിക്കാം. നമ്മുടെ സഭയിലുള്ള എല്ലാവരും ഇന്ന് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. I wanted to recognize all our usual members, all our regular members, and we thank you for being here on time and also taking a lot of participation in the worship service. I know we all are, I believe in team activities. I don't believe in one-man show. And so I thank you for you doing your role, and together we will build up the kingdom of God. And we also wanted to recognize today once again Brother Jason. He was here last week and he is very talented with music. He helped us last week with the music, and the Lord is blessing him. And today his dear wife, Sister Binzi, is here, and God has given them 3 children, and Jonathan, Jocelyn, and Jeremy. And we welcome you to this church, to this worship, and it is my prayer, may the Lord bless. കർത്താവ് ഈ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആരാധനയിൽ കൂട്ടിക്കൊണ്ട് വന്നു. അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സിസ്റ്റർ ബിൻസി, ബ്രദർ ജെയ്സൺ, ജോനതൻ, ജോസ്ലിൻ, ജെർമി, അവരുടെ 3 മക്കൾ, നിങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും നിങ്ങൾ എല്ലാവരും ഇവിടെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ പ്രാർത്ഥന. കർത്താവ് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ രാജ്യത്തിന്റെ പണിക്ക് വേണ്ടി, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവ അവസരങ്ങളെ ഒരുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. ഇന്ന് റെഗുലർ ആയിട്ട് നാം ചെയ്യുന്നത് പോലെ 1-2 കാര്യങ്ങൾ നമുക്ക് റെഗുലറായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ സഭയിൽ ജന്മദിനം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ആയുസ്സും ആരോഗ്യവും ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ ഓരോ പുതിയ ബർത്ത്ഡേയും നമ്മൾ സമയമെടുത്ത് ദൈവത്തിന് നന്ദി കൊടുക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ഈ ചർച്ചിലുണ്ട്. നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയങ്കരനായ ഒരാളാണ് ബ്രദർ സജി. പ്രത്യേകിച്ച് ഞാൻ അല്പസമയം എടുത്ത് അത് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കോവിഡിന്റെ സമയത്ത് ഈ പ്രിയ ദേവദാസന്റെ ജീവിതം ഒരു വലിയ അപകടത്തിൽ കൂടി കടന്നുപോയി മരണത്തിന്റെ ഒക്കോളം എത്തിച്ചേർന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനുള്ള എല്ലാ സന്ദർഭങ്ങളും അന്ന് അവിടെ കടന്നു വന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ ദൈവം വിടുവിച്ചു. ദൈവത്തിന്റെ വലിയ കരം പ്രവർത്തിച്ചത് കൊണ്ടാണ് പ്രിയ സജി ബ്രദർ ഇന്ന് നമ്മുടെ ഈ കൂട്ടായ്മയിൽ അവിടെ ഇരുന്ന് നമുക്ക് കേൾക്കാനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച്, നമുക്ക് കാണാനും കേൾക്കാനും ഉള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹം തന്റെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി അല്ല അത് ചെയ്യുന്നത്. ബലഹീനതയിൽ പൂർണ്ണ ഹെൽത്ത് ഉണ്ടായിട്ടല്ല, എന്നാൽ പൂർണ്ണ ഹെൽത്ത് ഉള്ളവരെക്കാൾ കൂടുതലായി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കർത്താവിന്റെ ദാസനാണ് ബ്രദർ സജി. അതുകൊണ്ട് ആ ഒരു ബർത്ത്ഡേക്ക് കുറെ കൂടി ആഴമായിട്ടൊരു മീനിങ് ആണ് ഞാൻ കാണുന്നത്. ഓരോ ബർത്ത്ഡേയും
ദൈവം നമുക്ക് തരുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിക്കത്തില്ല. ഇത് ഞാൻ അല്പം കൂടെ സീരിയസ് ആയിട്ട്, കാരണം ദൈവം ഒരു വർഷം കൂടി ദാനം ചെയ്തു. ഗോഡ് ഈസ് ഗ്രേറ്റ്. ദൈവം വലിയവനാണ്. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മൾ വിചാരിക്കുന്നതിലും ഉദ്ദേശിക്കുന്നതിലും അത്യന്തപരമായ വിധത്തിൽ നമ്മെ നടത്തുന്ന ഒരു ദൈവം. So today I will use some English and some Malayalam here and there. So I know we have children who understand English and we have adults who understand Malayalam. So I'm going to treat you equally. So നമുക്ക് ഇന്ന് I'm going to take a few minutes. Already done that. I wanted to wish Brother Saji a happy birthday now. And at the end of the service, we will do something else to further celebrate his birthday. ദൈവം ഈ കർത്താവിന്റെ ദാസനെ തുടർന്നും അത്ഭുതത്തിന്റെ വഴികളിൽ കൂടി നടത്തട്ടെ. നമുക്ക് സഭയായിട്ട് നമ്മുടെ എല്ലാ മീറ്റിങ്ങിലും ബ്രദർ സജീവന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. വെനസ്ഡേ മീറ്റിങ്ങിലും എല്ലാ മീറ്റിങ്ങിലും Sunday meeting, we don't take too much time to pray for intercessory prayer. We will pray for him. Today we will pray a special prayer for Brother Saji brother. Usually I give you time for you to say a reflection or a prayer request or anything that is in your heart, in your mind. നിങ്ങളുടെ ഹൃദയത്തിൽ ഉള്ള എന്തെങ്കിലും ഒരു റിഫ്ലക്ഷനോ ഒരു താല്പര്യങ്ങളോ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് പറയുവാൻ ആർക്കെങ്കിലും സമയം ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ സമയമാണ്. I hope that the Sanjay brother will say something, and I'm not forcing you, but just reminding. And if anybody wanted to go, Jason and his sister Vincy, if anybody wanted to say something, this is the time. Praise the Lord. I just want to thank the God for adding one more year. Amen. Hallelujah. Praise God. Hallelujah. Because everybody to pray for me. Amen. Thank you, Jesus. And I could get healed completely. Thank you for all your prayers. Yes. Lord. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ യേശുവേ. കഴിവല്ല നിൻ കൃപയാലേ, ബലമല്ല നിൻ ദയയാലേ. കഴിവല്ല നിൻ കൃപയാലേ, ബലമല്ല നിൻ ദയയാലേ. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രമെൻ ദൈവമേ. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രമെൻ യേശുവേ. രോഗിയായി മാറിയപ്പോൾ യഹോവ റാഫയായി. രോഗിയായി മാറിയപ്പോൾ യഹോവ റാഫയായി. തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി. തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രമെൻ ദൈവമേ. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രമെൻ യേശുവേ. ദൈവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവും വന്ദനവും.
പ്രത്യേകിച്ച് ഗസ്റ്റ് ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്ക് എൻ്റെ സ്നേഹം അറിയിക്കുന്നു. ഞാൻ എഴുന്നേറ്റത് രണ്ട് കാര്യം. ഒന്ന്, നമ്മുടെ സജിബ്രദറിനെ ഞാൻ ആദ്യമായിട്ട് ഒരു ഫംഗ്ഷനിൽ വെച്ചാൽ കാണുമെന്ന് തോന്നുന്നു. അന്ന് ഒരു സൈഡിലൊരു പിന്നെ ഓക്സിജൻ്റെ ഒരു സിലിണ്ടറൊക്കെ ഉണ്ട്. പുള്ളി ഇങ്ങനെ മൂക്കിക്കൂടി ഇങ്ങനെ ട്യൂബൊക്കെ വെച്ച് അന്ന് ജസ്റ്റ് എന്നെ അനിമേനി മാസ്റ്ററാണ് പരിചയപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടൊന്നുമില്ല. അപ്പം എന്നോട് പാസ്റ്റർ പറഞ്ഞു, ഒത്തിരി കോവിഡായിട്ടുള്ള വളരെ പ്രയാസത്തിൽ കൂടി കടന്നു പോയി ബ്രദറാണ്, നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെ ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. പക്ഷേ ഞങ്ങൾക്ക് ഈ കുടുംബത്തെ അറിയത്തില്ല. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയിൽ അസാധ്യമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിക്കോ അല്ലെങ്കിൽ നമ്മുടെ പ്ലാനുകൾക്കോ അപ്പുറമായി ഇവിടെ കടന്നു വരുവാനും ഈ ഫോണിലേക്ക് മൂവ് ചെയ്യുവാനും ഈ ചർച്ചയിൽ കടന്നു വരുവാനും ഞങ്ങൾക്ക് ദൈവം കൃപ ചെയ്തു. വന്നപ്പോഴാണ് അറിയുന്നത് ഈ സജിബ്രദറാണ്. അന്ന് ഞങ്ങൾ കണ്ട സജിബ്രദർ ഇത്രത്തോളം ആരോഗ്യത്തോടെ തന്നെയുമല്ല ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന തന്റെ മകനോടൊപ്പം ആയിരിക്കാൻ തക്കവണ്ണം, അവൻ കുടുംബത്തോടായിരിക്കാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയ വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോവിഡിൻ്റെതായിട്ടുള്ള, അതായത് എനിക്ക് ഈ സൈനസിന്റെ ഈ തണുപ്പടിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ടെമ്പറേച്ചർ ഒന്നും ഇല്ലാഞ്ഞത് കൊണ്ട് എന്നാലും ഞാൻ മരുന്നുകളൊക്കെ എടുത്തു. ഇന്ന് അല്പം ആശ്വാസമുണ്ട്. ഇന്ന് വൈകിട്ട് ജോലിക്കായിട്ട് കടന്നു പോകണം. പിന്നെ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കടന്നു വരുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്നേഹത്തിന്റെ ഭാഷയിൽ ദൈവനാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്ന ഒരുമിച്ചുള്ള നമ്മുടെ കൂട്ടായ്മ ദൈവരാജ്യത്തിന്റെ കെട്ടുമണിക്കായി നമ്മൾ പ്രാണിതുപോലെ ഈ ലോകം അസ്തമിക്കാറായി അമ്പലത്തിന്റെ ശക്തികൾ നമ്മൾ കാണുമ്പോൾ ഒരു ലോകം അമ്പലത്തിലാണ്. അപ്പോൾ നമ്മൾ എപ്രകാരം നമ്മൾ ആയിരിക്കുന്നെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ദൈവത്തെ സഹായിക്കും. Looks like everybody said what they needed to say. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഈ സമയത്ത് സിസ്റ്റർ ബിന്ദു is going to sing a song and we will take it off. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങോ ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങോ ഉയർത്തിടാം. Sangha
നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നല്ല ബൈബിൾ സ്റ്റഡി നമുക്ക് രാവിലെ കർത്താവ് ഒരുക്കി തന്നല്ലോ. ഹല്ലേലൂയ. പ്രാർത്ഥന ലീഡ് ചെയ്യുവാൻ തന്നെ മകനെ അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാൻ കർത്താവേ നിന്റെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തിയല്ലോ. ഹല്ലേലൂയ. ഞങ്ങളെ ഇടയിൽ കൂട്ടിക്കൊണ്ടുവന്ന പ്രിയ ദൈവമക്കൾക്കായി ഞങ്ങൾ നിങ്ങളെ സ്തുതിക്കുകയാണ് കർത്താവേ. അപ്പാ ഹല്ലേലൂയ. അവരെ നീ അനുഗ്രഹിക്കുമാറാകണം. ഇന്ന് പകൽക്കാലം ഞങ്ങളോടൊപ്പമുള്ള ആരാധന അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. പ്രിയ സജീവനെ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ ഓർക്കുകയാണ്. ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് എന്റെ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയം ആ പ്രിയ തന്റെ കുഞ്ഞിന് തീരെ സിക്കായി മാറുമെന്ന് വിളിച്ചു പറയുവാൻ തക്കളുടെ ഇടയായി. അപ്പൊ ആ കുഞ്ഞിനെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സിറ്റിയെ ഓർത്തുകൊണ്ട് ഈ രാവിലെ സമയം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഈ സിറ്റിയെ നമ്മൾ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കണം. നാം ദൈവമക്കളാണ്. നാം ദേശത്തിന്റെ കാവൽക്കാരാണ്. നാം പ്രാർത്ഥിച്ചാൽ കഴിയാത്തത് ഒന്നുമില്ല. ദൈവത്തിന് അസാധ്യമൊന്നുമില്ല. ഈ ഓടിയ സിറ്റിയെ നമ്മൾ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ രാവിലെ എല്ലാ വിഷയങ്ങളും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥി. ആരെങ്കിലും ഭാരത്തോടോ വേദനയോടോ നിലവിലായിരിക്കുന്നുവെങ്കിൽ ആമേൻ കർത്താവേ നിന്റെ വചനം ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങൾക്ക് ആശ്വാസം തരുവാൻ നമുക്ക് ഒരുമിച്ച് അമ്മയെ വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുകയാണല്ലോ. എഴുതപ്പെട്ട സ്തോത്ര വഴികാരനായി സ്തോത്രം ദൈവമേ. എല്ലാ അവസാനത്തെ കർത്താവേ പോലും കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെലവിടുവാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയാക്കി. ഈ ചർച്ചയെ ഓർത്തും പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, നന്ദിയോടെ സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ സ്തോത്രം. പ്രിയ സജീവത്തിന്റെ കരങ്ങളിൽ തരുന്ന കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും തന്നെ മകനെ നടത്തിയ വിധങ്ങൾ, കൊണ്ടുവന്ന വഴികൾ നിന്നതല്ല നിർത്തിയതാണ്. ദൈവത്തിന്റെ മഹത്വം ഒരു ഭക്തരുടെ ഒരു വിഷയം കർത്താവേ ആമേൻ ദൈവത്തെ മഹത്വീകരിപ്പാൻ കർത്താവ് ഒരു ആയുസ്സോട് തന്നെ മകന് കൊടുത്തതിനായി ജോലി കാര്യങ്ങളില് തന്റെ മകനോട് കൂടെ ഇരിക്കുമാറാകണം. അനേക ദൂരം യാത്ര ചെയ്യുമ്പോൾ അപ്പാ അതിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ അപ്പാ നിന്നെ ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ ഈ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവരുടെ ആവശ്യങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും അതിൽ പ്രവർത്തിപ്പാൻ ശക്തരാണല്ലോ. ഈ ദിവസങ്ങളിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേലെ കർത്താവേ നീ പ്രവർത്തിക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വ്യാചാരമായി സ്തോത്രം കർത്താവേ. അല്ലെങ്കിൽ ബലപ്പെടുത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനമായി പ്രത്യേക ഓർക്കുകയാണ് കർത്താവേ. നിന്റെ കുഞ്ഞിനെ മാനിക്കുമാറാകണമേ. അനേക ചെറുപ്പക്കാരുടെ മധ്യത്തില് തന്റെ മകള് പോലെ പ്രകാശിക്കുവാൻ, അനേകർക്കൊരു ആമേൻ വെളിച്ചമായി തീരുവാൻ, അനേകർക്കൊരു ആശ്വാസമായി തീരുവാൻ, അനേക കുഞ്ഞുങ്ങളുടെ ആമേൻ കണ്ണീരൊപ്പുന്ന ഒരു മകളാക്കി കർത്താവേ അവളെ ഈ ദേശത്ത് നീ അവിടുന്ന് ആമേൻ ഹല്ലേലൂയ ആമേൻ വളർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവള് ഹല്ലേലൂയ ഓടിക്കുന്ന വാഹനത്തെ ഞങ്ങൾ കർത്താവേ രക്തം കുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. യാതൊരു ആപത്തോ അർത്ഥോ വരാതെ ദൈവം സൂക്ഷിച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ നിന്റെ കരങ്ങളോട് കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളോടൊപ്പമുള്ള ആരാധന നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീർന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളൊരു സൈന്യമായി ദൈവത്തിന് എഴുന്നേറ്റ് ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ വൻകാര്യങ്ങളെ ചെയ്യുവാൻ വരും ദിവസങ്ങളിൽ കർത്താവേ ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. രോഗികളായി ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. രഹസ്യവും പരസ്യവുമായി പ്രാർത്ഥിക്കുന്ന അനേക വിഷയങ്ങളുണ്ടെന്ന് കർത്താവേ. അതിനൊക്കെ ദൈവം മറുപടി തരുവാൻ ശക്തനാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ് കർത്താവേ. എഴുതപ്പെട്ട സ്തോത്ര വഴിപാടിനായി സ്തോത്രം. ദൈവനാമത്തിന്റെ മഹത്വത്തിനായി തീരുമാനം കർത്താവ് കൃപ ചെയ്യണം. തുടർന്നുള്ള മദന ശുശ്രൂഷയെ കർത്താവിന്റെ കരങ്ങൾ തരികയാണ്. തന്റെ ദാസനെ ബലപ്പെടുത്തണം. പ്രത്യേകിച്ച് കാണാതിരിക്കുന്ന ജോൺ തോമസ് പാസ്റ്ററുടെ കുടുംബമായി ഞങ്ങൾ ഓർക്കുകയാണ്. അവിടെ നടക്കുന്ന അഭിഭാഗത്തിന്റെ ശുശ്രൂഷകളൊക്കെ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ ദൈവം കൃപ ചെയ്യണം. ഞങ്ങളെ ഓൺലൈനിൽ കുടിവാ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും വേദനയോട് പുറത്തു പറയുവാൻ കഴിയാത്ത ഞരക്കങ്ങളാൽ അമ്മ ഉള്ളിന്റെ ഉള്ളിൽ കർത്താവേ മതി 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 എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവേ ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ അവരെ ഈ ഓൺലൈൻ വാച്ച് ചെയ്യുമ്പോൾ അവർക്ക് കർത്താവിന്റെ ഒരു പ്രത്യേക ആമേ ശക്തി അയച്ച് അവർ ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക് ദൈവം മറുപടി കൊടുത്ത് അവരെ മാനിക്കണമെന്ന് പകൽക്കാലം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളുടെ കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗീയ. ഇത്രത്തോളം ദൈവം നമ്മുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു.
വർദ്ധിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. ഓഫറിങ്ങിന് പാടിയ പാട്ട്, ഇറ്റ് വാസ് എ ബ്ലെസ്സഡ് സോങ്, and I will say a few things about that in my message. നേരത്തെ ഞാൻ ചിന്തിച്ചിരുന്നല്ല, but those lines is very appropriate. ഇന്ന് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം ഒരു അവസരം കൂടി നൽകി. ഈ വർഷത്തിന്റെ ഏറ്റവും അവസാനത്തെ സൺഡേ അല്ല, ഒരു സൺഡേയും കൂടി ഉണ്ട്, ബട്ട് വി ആർ ഓൾമോസ്റ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഇയർ. എത്രയോ നല്ലവനായ ഒരു ദൈവം നമുക്ക് വേണ്ടി കരുതി, നമ്മെ കരം പിടിച്ചു വഴി നടത്തി. നമ്മൾ ഈ ലോകത്തിൽ തനിയല്ല എന്നുള്ള ആ ഒരു ചിന്ത എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ചിന്തയാണ്. നാം ഈ ലോകത്തിൽ പോകുന്ന ഇടത്തെല്ലാം ദൈവത്തിന്റെ ദൂതന്മാരെ അയച്ച് നമ്മെ കാവൽ ചെയ്ത് നമ്മെ സംരക്ഷിച്ച് നമുക്ക് ഒരു ആവശ്യത്തിനും ഒരു മുടക്കവും വരാതെ കർത്താവ് നടത്തി. എത്രയോ ആളുകൾ ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് കുറവില്ല. വലിയവനായ ആ ഒരു തോട്ട്, ആ ഒരു ചിന്ത ഇന്നത്തെ ആരാധനയിൽ നമ്മെ ഭരിക്കട്ടെ. നാം സാധാരണ ചെയ്യുന്നത് പോലെ നമ്മുടെ വാക്യങ്ങൾ, ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടിയുള്ള വാക്യങ്ങൾ ബബിനാണ് വായിക്കുന്നത്. She will read this. You want to come here and read? Okay. Hallelujah. Luke chapter 2, verses 8 to 14. And in the same region there were shepherds out in the field, keeping watch over their flock by night. And an angel of the Lord appeared to them, and the glory of the Lord shone around them. And they were filled with great fear. And the angel said to them, "Fear not, for behold, I bring to you good news of great joy that will be for all people. For unto you is born this day in the city of David a Savior, who is Christ the Lord. And this will be a sign for you. You will find a baby wrapped in swaddling cloths and lying in a manger." And suddenly there was with the angel a multitude of heavenly hosts, praising God and saying, "Glory to God in the highest, and on the earth peace among those with whom he is pleased." Amen. Thank you. Thank you very much. അനുഗ്രഹിക്കപ്പെട്ട ഈ ദൈവവചനം നമുക്ക് അല്പസമയം ചിന്തിക്കാം. ഈ നാം ക്രിസ്മസിന്റെ സീസണിനോട് ഏറ്റവും അടുത്ത ദിവസങ്ങളാണിത്. വാസ്തവത്തിൽ Christmas marks in the middle of the week, so we can either do next week or this week. I thought earlier is better. Next week we will do something else. ഇന്ന് ഈ പ്രത്യേക വാക്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം എനിക്ക് എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു വാക്യമാണ്. ഞാൻ ഈ ക്രിസ്മസിന്റെ ടൈം ആയതുകൊണ്ട് ക്രിസ്മസിനോട് ബന്ധപ്പെട്ട ഒരു ദൂത് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വാക്യങ്ങൾ ഉണ്ട്. പക്ഷെ ഈ വചനമാണ് ദൈവം എനിക്ക് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച് തന്നത്. ഞാൻ ആ വാക്യങ്ങൾ മലയാളത്തിൽ ഒന്ന് വായിക്കാം. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ, കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം, so now you have a heavenly host, ഒരുപാട് ഒരു സംഘം, സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ ഒരു ഭാഗത്ത് നിന്ന് ചില ആലോചനകൾ, ദൈവവചനത്തിൽ നിന്നുള്ള ചില ആലോചനകൾ നമുക്കിന്ന് ഒരുമിച്ച് ചിന്തിക്കാം. പ്രത്യേകിച്ച് ലോകത്തിലുള്ള എല്ലാവരും
ക്രിസ്ത്യാനികളായിരുന്നാലും മുസ്ലിങ്ങളായിരുന്നാലും ഹിന്ദുക്കളായിരുന്നാലും ലോകത്തിലുള്ള സകല മനുഷ്യരും ഈ സീസൺ ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിനെ സംബന്ധിക്കുന്നതാണ് എന്ന് കുറഞ്ഞ പക്ഷം ചിന്തിക്കുന്നവരാണ് ഭൂലോകത്തിലുള്ള എല്ലാ മനുഷ്യരും. മതം ജാതി വ്യത്യാസമൊന്നും ഇല്ലാതെ ഇത് യേശു ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സീസണാണ് എന്ന് ചിന്തിക്കുന്നവരാണ്. നാം അതിനും അപ്പുറത്ത് ഈ രക്ഷിതാവ് നമ്മുടെ സ്വന്തം രക്ഷിതാവാണ്. നമ്മൾ ഒരു പ്രത്യേക ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഈ യേശുവുമായിട്ട് ഉണ്ടാക്കിയവരാണ്. വി ഹാവ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്. നമുക്ക് കുറെ കൂടെ അഭേദ്യമായിട്ടുള്ള ബന്ധമാണ്. നാം ഇവിടെ ആ ഒരു ബന്ധം സ്ഥാപിച്ച് ഇവിടെ അങ്ങ് ജീവിക്കുന്നവരല്ല. നാം ആ ബന്ധം സ്ഥാപിച്ച് ഈ ക്രിസ്തുവുമായിട്ട് ഇന്ന് നാം പാടിയതുപോലെ യുഗായുഗങ്ങൾ ക്രിസ്തുവിനോട് കൂടി ജീവിക്കുവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. സോ നമ്മൾ ഒരുപാട് മുൻപിൽ നിൽക്കുന്നവരാണ്. കുറഞ്ഞ പക്ഷം ഈ ലോകത്തിലുള്ള എല്ലാവരും ഇത് ഈ വീക്ക് ഏതെങ്കിലും ഒരു വിധത്തിൽ ആഘോഷിക്കും. ഒന്നിൽ കുറച്ച് സമ്മാനങ്ങൾ ആർക്കെങ്കിലും കൊടുത്തോ, അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് കൂടെയോ, അല്ലെങ്കിൽ ഫാമിലി വിസിറ്റേഷനിൽ കൂടെയോ, അല്ലെങ്കിൽ നല്ല ലഞ്ചും ഡിന്നറും ഒക്കെ ഉണ്ടാക്കിയോ, people are going to celebrate the season in some way or other. എന്നാൽ പലരുടെ സെലിബ്രേഷൻ ഈ ക്രിസ്മസിന്റെ, ഞാൻ ക്രിസ്മസിനെ കുറിച്ച് പ്രസംഗിക്കുകയല്ല, യേശു ക്രിസ്തുവായിട്ടുള്ള ബന്ധത്തിൽ ആഘോഷിക്കേണ്ടുന്നത് പോലെയുള്ള ഒരു ആഘോഷമാണ്. ഇവിടെ നാം വായിക്കുന്ന വാക്യത്തിൽ ചില കാര്യങ്ങൾ വളരെ വ്യക്തമാണ്, വളരെ സ്ഫുടമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഒന്നാമത് ദൂതൻ വന്ന് ആട്ടിടയന്മാരോട് സംസാരിക്കുമ്പോൾ അവരോട് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൂതൻ സംസാരിക്കുമ്പോൾ അവരോട് പറഞ്ഞത് ഭയപ്പെടേണ്ട. അത് അവർ ഭയപ്പെട്ടതിന്റെ കാരണം വലിയൊരു തേജസ് അവരെ വന്ന് ചുറ്റി, ആ കാഴ്ച അവരെ ഭയപ്പെടുത്തി. അപ്പോൾ ദൂതൻ പറയുന്നത് ഭയപ്പെടേണ്ട. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നവർ ഒരു പരിധി വരെയുള്ള ആളുകളല്ല, മിക്ക ആളുകളും ഭയത്തിൽ ജീവിക്കുന്നവരാണ്. ഞാൻ 100% ഒന്നും പറയുന്നില്ല, എന്നാൽ ഒരു നല്ല പരിധി വരെ ആളുകൾ ഭയം അവരുടെ ജീവിതത്തിന്റെ ഒരു നിത്യ ഫ്രണ്ടായിട്ട്, ആക്ച്വലി ദാറ്റ് ബിക്കേം എ ഫ്രണ്ട് ഓഫ് ദെയർ ലൈഫ്. ചിലർക്ക് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ എൻ്റെ മദറിനെ കുറിച്ചൊരു വാക്ക് പറയട്ടെ. My mother was a prayer warrior and she always pray and pray and pray. That's only one thing she knew how to do. She will pray. There is not any number of time. She always pray. And she is speaking in tongues, sometimes singing songs in tongues, and that is how she was. But she always lived in fear. That is, I don't know why. I always try to encourage her. And then if there is one day she did not have that fear, then she thought something is wrong. So ഒരു പരിധി വരെ നമുക്കറിയാവുന്നവരും നമ്മൾ തന്നെ ഭയത്തിൽ ജീവിക്കുന്നവരാണ്. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നതുകൊണ്ട് നമുക്കുള്ള ഒരു പ്രയോജനം ഭയപ്പെടണ്ട. ഈ ചില ആളുകളൊക്കെ ഓരോ സ്റ്റേറ്റ്മെന്റുകൾ പറയും. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറയും, നമുക്കറിയാവുന്നതാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഇലക്ഷന് സോഷ്യൽ സെക്യൂരിറ്റിക്ക് ടാക്സ് ഇല്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിന് ടാക്സ് കൊടുക്കണം. ഓവർ ടൈമിന് ടാക്സ് ഇല്ലെന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ബട്ട് somebody is going to pay taxes for overtime. We hear a lot of statement. ആ സ്റ്റേറ്റ്മെന്റ് അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെയാണ് നിലനിൽക്കും. അതിനകത്ത് അപ്പുറത്തൊന്നും നടക്കത്തില്ല. എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എങ്കിലും അതൊരു സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല, അത് യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യമാണ്. യേശു ക്രിസ്തു ഭയപ്പെടേണ്ട എന്ന് നമ്മോട് പറഞ്ഞപ്പോൾ നമുക്കത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഭയപ്പെടേണ്ട. നമ്മൾ ഒരു ആള് ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ അത് വിശ്വസനീയമാണോ അല്ലയോ എന്ന് എങ്ങനെയാണ് അറിയുന്നത്? ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, I read this somewhere. The past is a precursor for the future.
നമ്മൾ പാസ്റ്റിൽ എന്ത് നടന്നോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഫ്യൂച്ചർ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്നത്. നമ്മൾ ഒരു വ്യക്തി എപ്പോഴും കൃത്യനിഷ്ഠയോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ട്രസ്റ്റ് വർത്തിയാണ്. എന്നാൽ നമ്മൾ ഒരു വ്യക്തിയുടെ സഹായം ആവശ്യപ്പെട്ടു ഒരിക്കലും വരത്തില്ല, ആ വ്യക്തി ട്രസ്റ്റ് വർത്തിയല്ല. സോ ദ പാസ്റ്റ് ഈസ് എ പ്രീകഴ്സർ ഫോർ ദ ഫ്യൂച്ചർ. അപ്പോൾ യേശു ക്രിസ്തു നമ്മളോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഭയപ്പെടാതെ ജീവിക്കാൻ കഴിയുമോ? നമ്മൾ യേശുവിനെ നമ്മുടെ ഈ ദൃഷ്ടി കൊണ്ട് കാണും, നമ്മുടെ ഫിസിക്കൽ ഐ കൊണ്ട് യേശുവിനെ കാണുന്നില്ല. അപ്പൊ നമുക്ക് എങ്ങനെ അറിയാം യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭയത്തെ പുറത്താക്കുവാനും നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ നമ്മെ സഹായിക്കുവാനും കഴിവുള്ളവനാണ് എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? So the past is a precursor. ദൈവം ചരിത്രത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതിനും ഇനിയും ഭാവിയിൽ എന്ത് ചെയ്യാൻ പോകും എന്നുള്ളതിനും തെളിവാണ്. നമുക്ക് ഇതിപ്പോ ചരിത്രത്തിന്റെ ഒരു പേജുകളിൽ കൂടെ പോകുമ്പോൾ I have to take a lot of time, but I'm not going to do a lot of that. നമ്മൾ ചരിത്രത്തിന്റെ പേജുകൾ നോക്കുമ്പോൾ നമുക്ക് ഇസ്രായേലിന്റെ ചരിത്രം വളരെ പരിചിതമായ ചരിത്രമാണ്. അത് കൂടുതൽ വിശദീകരണമൊന്നും ഇല്ലാതെ നമുക്കറിയാവുന്ന ചരിത്രമാണ് ഇസ്രായേൽ. ജോസഫ് പിന്നെ ഈജിപ്തിൽ ചെന്നു, അതിനുശേഷം അമേരിക്കയിലെ ഒരു മൈഗ്രേഷൻ പോലെ ഫാമിലിയെ കൂടെ അങ്ങ് കൊണ്ടുപോയി. അപ്പൊ ഫാമിലിയൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞ സംഗതികളൊക്കെ കുറച്ച് വഷളായി. അന്ന് സ്വാതന്ത്ര്യത്തോട് സമൃദ്ധിയോട് ജീവിക്കാൻ പോയവര് അടിമത്തത്തിന്റെ സാഹചര്യത്തിലോട്ട് നീങ്ങപ്പെട്ടു. അവരുടെ ജീവിതം കഷ്ടമായി. അവർ നിലവിളിച്ചു, ദൈവത്തോട് നിലവിളിച്ചു. എങ്ങനെയെങ്കിലും ഈ സാഹചര്യത്തിൽ നിന്നും ഒരു വിടുതൽ ആവശ്യമാണ് എന്ന് ദൈവത്തോട് നിലവിളിച്ചു. ദൈവം ഒരു മോശയെ അവിടെ അയച്ചു. മോശയുടെ മിനിസ്ട്രിയിൽ കൂടി പല അത്ഭുതങ്ങളിൽ കൂടി പല അടയാളങ്ങളിൽ കൂടി ഫറവോനെയും ഫറവോന്റെ സൈന്യത്തെയും ഫറവോന്റെ അധികാരത്തിന്റെ എല്ലാ കോട്ടകളെയും തകർത്ത് ചെങ്കടലിൽ കൂടി നല്ല പാത ഒരുക്കി ഇസ്രായേൽ ജനത്തെ അങ്ങ് കനാൻ ദേശത്ത് വരെ എത്തിക്കുന്ന ആ ഒരു രംഗം നമ്മൾ നോക്കുക. ഇത് ഒരു വർഷം കൊണ്ട് നടന്ന കാര്യമല്ല. So many years. ഈ 40 വർഷം അവർ മരുഭൂമിയിലായിരുന്നപ്പോൾ അവർക്ക് ആഹാരത്തിന് മുട്ടുവരാതെ, അവർക്ക് ജലത്തിന് മുട്ടുവരാതെ, അവരുടെ വസ്ത്രങ്ങൾ ക്ഷയിച്ചു പോകാതെ, അവരുടെ ഷൂസുകൾ അഴുക്കായി പോകാതെ എന്ന് നോക്കണം. എത്ര വളരെ തന്റെ ജനത്തെ അത്ഭുതകരമായി പോറ്റിയ ഒരു ദൈവം ഇന്നും നമ്മെ പോറ്റുവാൻ ശക്തനാണ്. ആ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയും. അത് നമ്മുടെ ചരിത്രത്തിന്റെ ഒരവസ്ഥയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ വ്യക്തിപരമായിട്ട് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് ആർക്കും നിഷേധിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പൊ ദൈവത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിന് തെളിവാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് അനേക കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. So many things, but I'm not going to take the time. നമുക്ക് ഇവിടെ തന്നെ ഇന്ന് ഞാൻ സജിയുടെ കാര്യം പറഞ്ഞു. He was affected with COVID. അത് നമ്മൾ കേൾവിയല്ല, നമ്മൾ ഉണ്ടാക്കി പറയുന്ന കഥകളല്ല. പല സ്ഥലങ്ങളിലും ഉപദേശിമാര് കെട്ടുകഥകൾ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അനേകരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇല്ലാത്തൊരു കഥ പ്രസംഗിച്ച് വിശ്വാസം വർദ്ധിപ്പിക്കാൻ അങ്ങനെ ചെയ്യുന്ന കഥകളുണ്ട്. ഇതിങ്ങനെയുള്ളൊരു കഥയല്ല. മിനി സിസ്റ്ററുടെ ലൈഫ് അതൊരു കെട്ടുകഥയല്ല, അത് ജീവിത അനുഭവങ്ങളാണ്. കോവിഡിൽ നിന്നും ക്യാൻസറിൽ നിന്നും വിടുവിച്ച ദൈവം ഇന്നും എന്നും വിടുവിക്കാൻ ശക്തനാണ്. അപ്പോൾ ആ ദൈവമാണ് നമ്മളോട് പറയുന്നത് ഭയപ്പെടേണ്ട. കഷ്ടങ്ങൾ വരത്തില്ലെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. ഈ ലോകത്തിൽ നിങ്ങൾക്ക് പ്രയാസം വരത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല. ഈ ലോകത്തിൽ നിങ്ങൾക്ക് പനി വരത്തില്ലെന്നോ രോഗം വരത്തില്ലെന്നോ കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവ് പറയുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് രോഗങ്ങൾ വരാം, എന്നാൽ ഞാൻ രോഗത്തിന് സൗഖ്യം നൽകുന്നവനാണ്. നിങ്ങൾക്ക് പ്രതികൂലങ്ങൾ വരാം, നിങ്ങളുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾ അടിക്കാം, എന്നാൽ ഞാൻ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന വലിയ ദൈവമാണ്. നമുക്ക് ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് യേശു പറഞ്ഞിട്ട് അങ്ങ് മാറിയ ദൈവമല്ല, നമ്മളോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ഞാൻ നേരത്തെ അനേക വർഷങ്ങൾക്ക് മുമ്പ് ഒരു കലണ്ടറിൽ ഈ ഫുട്പ്രിന്റ്സ് എന്നുള്ള കലണ്ടർ നിങ്ങളെല്ലാം കണ്ടു കാണും. ആ കലണ്ടറിൽ അതിൻ്റെ ഒരു സ്റ്റോറി നമുക്കെല്ലാം അറിയാവുന്ന സ്റ്റോറിയാണ്. ആ സ്റ്റോറി
ഒരാൾ ദൈവത്തോടു കൂടെ നടക്കുന്ന ഒരു സ്റ്റോറി. അപ്പോൾ 2 പേര് ഒരുമിച്ച് നടക്കുന്ന പാദങ്ങൾ, ആ സ്റ്റെപ്പുകൾ ഇങ്ങനെ മുൻപോട്ട് പോകുന്നു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നീട് ഒരു സ്റ്റെപ്പേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, കർത്താവേ, എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും പരാജയത്തിന്റെ, ശോധനയുടെ, തീഷ്ണതയുടെ സമയത്ത് നീ എന്താണ് എന്നെ കൈവിട്ടത്? അപ്പോൾ അവിടെ പറയുന്ന ഉത്തരം എന്താണ്? നീ കാണുന്ന സ്റ്റെപ്പ് എന്റെ സ്റ്റെപ്പുകളാണ്. ഞാൻ നിന്നെ എന്റെ കൈകളിൽ വഹിച്ചിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം യേശു, നമ്മൾ ഇവിടെ ലോകത്തിന്റെ ആഘോഷം പോലെ ആഘോഷിക്കുന്ന ഒരു ആഘോഷമല്ല ക്രിസ്മസ്. യേശുവിനെ അനുഭവിച്ച് അറിയുന്നതാണ്, യേശുവിനെ രുചിച്ച് അറിയുന്നതാണ്, അവന്റെ കഷ്ടങ്ങളിൽ പങ്കാളികളായി തീരുന്നതാണ്, അവന്റെ മഹത്വത്തിലും പങ്കാളികളായി തീരുന്നതാണ്. യേശുവിനോട് അടുത്തു വരുന്ന ഈ പ്രത്യേക അവസ്ഥ എന്ന് പറയുന്നത്. ലോകം അതിനെ ആ നിലയിൽ കാണുന്നില്ല എങ്കിലും നമ്മൾ ഈ യേശുവിനെ വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് കണ്ടുമുട്ടുവാൻ, ആ ബന്ധത്തിൽ ആയിത്തീരുവാൻ, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ, കർത്താവിനോട് കൂടെ ചേർന്ന് ജീവിക്കുവാൻ, കർത്താവിൽ നിന്ന് ഉള്ള ശക്തി പ്രാപിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുവാൻ, കൃപകൾ പ്രാപിക്കുവാൻ. ഈ ലോകത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു ക്ലീൻ ആയിട്ട് ജീവിക്കാൻ കഴിയുന്നത് അറിയാമോ? കർത്താവിനെ കണ്ടുമുട്ടിയത് കൊണ്ടാണ്. നമ്മൾ ഈ ലോകത്തില് പോഷത്വങ്ങൾ, വഷളത്വങ്ങൾ, ഈ ലോകത്തിന്റെ മോടികൾ, ഈ ലോകത്തിലുള്ള പാപത്തിൽ ഒന്നും രസിക്കാതെ, അതൊന്നും നമുക്ക് ആവശ്യമില്ല എന്ന് തീരുമാനിച്ച് നമ്മൾ കർത്താവിനെ സ്വീകരിച്ച്, എനിക്ക് യേശു മതി, എനിക്ക് ലോകം വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ ലോകത്ത് ജീവിക്കത്തില്ലെന്നോ, ലോകത്ത് ജോലി ചെയ്യത്തില്ലെന്നോ, ലോകത്തിൽ പൈസ ഉണ്ടാക്കത്തില്ലെന്നോ അല്ല. ലോകം വേണ്ട എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഇമ്പങ്ങൾ വേണ്ട, ലോകത്തിന്റെ ആർഭാടങ്ങൾ വേണ്ട, ലോകം തരുന്ന സുഖ സൗകര്യങ്ങൾ വേണ്ട. എന്നാൽ യേശുവിനെ അറിയുന്നത് കൊണ്ട്, അത് യേശുവിൽ കൂടി ലഭിക്കുന്ന ആ ദൈവശക്തി നമ്മൾ വ്യാപരിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ പാപത്തെ ഓവർകം ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് നമുക്ക് പാപത്തെ ഓവർകം ചെയ്യാനായിട്ട് കഴിയുന്നത്. നമ്മൾ വലിയ അമാനുഷികരായത് കൊണ്ടല്ല നമ്മൾ പാപം ചെയ്യാതെ ഈ ലോകത്ത് ജീവിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മൾ വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭയപ്പെടേണ്ട എന്നുള്ള വാക്കിന്റെ അർത്ഥം പറഞ്ഞാൽ പാപത്തെ ഭയപ്പെടേണ്ട, രോഗത്തെ ഭയപ്പെടേണ്ട, കടഭാരങ്ങളെ ഭയപ്പെടേണ്ട, ബാധ്യതകളെ ഭയപ്പെടേണ്ട, ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഉള്ള ശത്രുക്കളെ ഭയപ്പെടേണ്ട, നിങ്ങൾക്കെതിരായി വരുന്ന ആയുധങ്ങളെ ഭയപ്പെടേണ്ട. അവയെല്ലാം കൈകാര്യം ചെയ്യുന്നവൻ യേശു ഒരിക്കലും കൈവിടത്തില്ല. ഭയപ്പെടേണ്ട. ഈ ഭയമില്ലാതെ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കണം, ഭയമില്ലാതെ ജീവിക്കണം. ഞങ്ങളുടെ എൻ്റെ അമ്മച്ചിയോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഭയപ്പെടുകയും പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യരുത്. ഐ ടോൾഡ് ഹർ ദാറ്റ് മെനി ടൈംസ്. എനിക്ക് ഭയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇച്ചിരി ഭയം കാണും. ഭയമില്ലാത്തവരാരും കാണുന്നില്ല. പക്ഷെങ്കിൽ എനിക്ക് ഭയം, ഒരുപാട് ഭയം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഭയം ഇല്ലാത്തതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം ക്രിസ്തുവിൽ ഭദ്രമാണ് എന്നുള്ള ഒരു വിശ്വാസമാണ്. നിന്റെ വശത്ത് 1000 പേരും വലതുവശത്ത് 10,000 പേരും വീഴും, പക്ഷെ ഒരെണ്ണം നിന്നോട് അടുത്ത് വരത്തില്ല. കാരണം കർത്താവ് പറയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നമ്മുടെ തലയിലെ സകല രോമങ്ങളും, ഒരാൾ എത്ര ദിവസം ഇരുന്ന് എണ്ണ തീരുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നമ്മുടെ തലയിലുള്ള ഓരോ മുടി, എത്ര മുടി വരെ ഉണ്ടെന്ന് എന്നെ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഭയപ്പെടേണ്ട, എന്റെ ജീവിതം എന്നിൽ ഭദ്രമാണ്. നമുക്ക് ആ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് ഭയമില്ലാതെ ജീവിക്കാൻ കഴിയും. പൗലോസ് പറഞ്ഞു, ജീവിക്കാനും എനിക്ക് ഇഷ്ടമാണ്, വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ഇരിക്കാനും എനിക്ക് ഇഷ്ടമാണ്. അതൊരു സ്ട്രോങ് കൺക്ലൂഷനാണ്. നമ്മൾ എപ്പോഴും ഈ നമ്മുടെ ചായ്വിൽ ലോകത്തിലേക്ക് മാത്രം തിരിയുമ്പോഴാണ് നമുക്ക് ഒരുപാട് ഭയം ഉണ്ടാകുന്നത്. കർത്താവ് നമ്മുടെ ജീവിതത്തെ ഭരിക്കുന്നു, നയിക്കുന്നു, നിയന്ത്രിക്കുന്നു. ആ ദൈവം നമ്മെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് എന്റെ അടുക്ക് വരും, നിന്റെ ഭാരമെല്ലാം എന്റെ മേൽ ഇട്ടുകൊണ്ട് ഞാൻ നിന്നെ പുലർത്തും. ഇതിലത്രയും എന്ത് പ്രോമിസാണ് നമുക്ക് ആവശ്യമുള്ളത്? ഭാരപ്പെടേണ്ട എന്ന് പറഞ്ഞവൻ ഭാരപ്പെടാതെ ജീവിക്കാൻ നമ്മെ
സഹായിക്കുന്നവൻ കൂടെയാണ്. അപ്പോൾ പിന്നെ ഏറ്റവും അവസാനത്തെ ആ ഒരു വാക്യം കൂടെ ഞാൻ പറയുന്നുള്ളൂ. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ ആദ്യം പറഞ്ഞ വാക്കും ഈ അവസാനത്തെ വാക്കും, ആ രണ്ട് വാക്ക് ഞാൻ എടുക്കുന്നു. ഭാരപ്പെടേണ്ട, ഭാരമില്ലാത്ത ജീവിതമാണ് സമാധാനമുള്ള ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തെ അറിയുന്നവർക്ക് മാത്രമേ സമാധാനമായിട്ട് ഈ ലോകത്ത് ജീവിക്കാനായിട്ട് കഴിയുള്ളൂ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ വൈഫിനോട് പറയായിരുന്നു, ഈ ലോകത്തിൽ ജനിച്ചവരെല്ലാം ശിശുക്കളായിട്ട് ജനിച്ചു. ആരും ഒരു പ്രസിഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ രാജാക്കന്മാരായിട്ടോ ആരും ജനിക്കുന്നില്ല. എല്ലാവരും സാധാരണ ഒരു പ്രോസസ്സിൽ കൂടെ ജനിക്കുന്നു. ജനിച്ചു കഴിഞ്ഞ് അവരുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ അവസരങ്ങൾ അവരെ എവിടെയെങ്കിലും ഒക്കെ ആക്കി തീർക്കും. പ്രസിഡന്റോ മാനേജറോ എന്താന്ന് വെച്ചാൽ അതെല്ലാം ആയിത്തീരും. പക്ഷേ ഒരേ ഒരാൾ മാത്രമേ രാജാവായിട്ട് ജനിച്ചുള്ളൂ. അത് യേശുക്രിസ്തുവാണ്. യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെ? യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെ? ഇവിടെ ദൂതൻ പറഞ്ഞത് ഒരു രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു. ഒരു രക്ഷിതാവായിട്ട് ജനിച്ചതും ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. രാജാവായിട്ട് ജനിച്ചത്, രാജകുടുംബത്തിൽ ജനിക്കുന്നവർക്ക് ഒരു പക്ഷേങ്കിൽ രാജാക്കന്മാരായി തീരാൻ കഴിയും. പക്ഷെ അതും they had to wait for a long time. ഒരാൾ മരിച്ചു നീങ്ങാനേ അടുത്ത ആൾക്ക് രാജാവായി തീരാൻ പറ്റത്തുള്ളൂ. ഇവിടെ യേശു ക്രിസ്തു രാജാവ്. He is the king. He is the king of kings and he is the lord of lords. രാജാക്കന്മാരുടെ രാജാവ്. ആമേൻ. Praise the Lord. അപ്പോൾ നമുക്ക് സമാധാനമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയണമെങ്കിൽ യേശുവിന്റെ സാന്നിധ്യം. യേശു നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒന്നാമത് ചെയ്യുന്നത് നമ്മുടെ പാപത്തെ എല്ലാം യേശു പുറത്താക്കി കളയും. യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവൻ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ. ഇതൊക്കെയാണ് ക്രിസ്മസിന്റെ മെസ്സേജ് എന്ന് പറയുന്നത്. ക്രിസ്മസിന്റെ മെസ്സേജ് ഒരു ലഞ്ചോ ഡിന്നറോ അല്ല, വളരെ ആഴത്തിലുള്ള ഒരു ക്രിസ്തീയ അനുഭവമാണ്. ഈ അനുഭവം നമ്മളിൽ വന്നു. ഇവിടെ പാപം നമ്മുടെ ഉള്ളിൽ നിന്ന് നീങ്ങി കഴിയുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന റിലീഫ് എന്താണെന്നറിയാമോ? നമ്മളുണ്ടാകുന്ന ആ ഒരു റിലീഫ് എന്ന് പറയുന്നത് അൺഎക്സ്പ്രസിബിൾ ആണ്. നമുക്കൊരു വലിയ ലോട്ടറി അടിക്കുന്നതിനെക്കാട്ടി വലിയ റിലീഫാണ്. നമ്മുടെ പാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നീങ്ങി കഴിയുമ്പോൾ നീങ്ങിപ്പോയ ഭാരങ്ങൾ. അത് ആ പാട്ട് തന്നെ വളരെ ആശയമുള്ള ഒരു വലിയൊരു പാട്ടാണ്. ഈ അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും. അപ്പോഴാണ് പൗലോസ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പറയാൻ പറയുന്നത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിക്കാൻ എനിക്ക് താല്പര്യമാണ്, ഒരു പ്രശ്നമില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനം വരും. ഇവിടെ ഞാൻ ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് യേശു ക്രിസ്തു തരുന്നത് എന്താണ്? നമുക്ക് ബിന്ദു പാടിയ ആ പാട്ട്, അതിന്റെ ചില ലൈനുകൾ ഞാൻ ഇവിടെ ഒന്ന് റിമൈൻഡ് ചെയ്യാനായിട്ട് ഞാൻ പോവുകയാണ്. നീട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും നമുക്ക് ധൈര്യം നമ്മുടെ ഹൃദയത്തിൽ, അത് വചനം പ്രഘോഷിക്കാനുള്ള ശക്തിയാണ്. നമ്മൾ എന്താണ് പറയുന്നത്? വെള്ളിയല്ല, പൊന്നല്ല, ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ. അതെന്തെല്ലാമാണ്? കുരുടനും കണ്ണുകൾ തുറക്കും, കാത് കേട്ടിടും, ചെകിടർക്കുമേ, മുടന്നുള്ളവർ ഉദിച്ചുയരും, ഊമരെല്ലാം സ്തുതി മുഴക്കും, ഭൂതങ്ങൾ വിട്ടുപോകും, സർവ്വബാധയും നീങ്ങിടുമേ, രോഗികളും ആശ്വസിക്കും. നമ്മളെ നിന്ദിത മാത്രമായി തീരും, പക്ഷെങ്കിൽ അവിടെ എല്ലാം നമ്മെ സഹായിക്കുന്ന. നമുക്ക് ഈ പാട്ടല്ല, ഇതിനോട് ചേർന്ന ഒരു പാട്ട്, ശ്രീയേശു നാമം. നാം ഓർക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ശ്രീയേശു നാമം, അതിശയ നാമം എന്നുള്ള പാട്ട് നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ ആരാധിച്ചതിന് ശേഷം അച്ചായം പ്രാർത്ഥിച്ച് നമ്മുടെ സഭായോഗം അവസാനിപ്പിക്കും. ഹല്ലേലൂയ, പ്രൈസ് യു ജീസസ്. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കുംബനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കുംബനാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം
ദൈവത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം. കർത്താവേ, ആരും കാണാത്ത ഒരു പ്രഭാതം, ഒരു കൂടിക്കൊള്ളുന്ന എല്ലാ മക്കൾക്കായും കൂട്ടിക്കൊള്ളുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ജോലികളെല്ലാം കൂടുതൽ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കായി സ്തോത്രം. സഭയെ അവയപ്പിച്ച് പ്രാർത്ഥിച്ചു സഭയെ കൂട്ടിയിട്ടുണ്ട്. ഇതിന്റെ അതിരുകളെ വിസ്താരപ്പെടുത്തുകയും സഭയിലെ എല്ലാ ദേവദാസന്മാരെയും പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ഭാഗ്യം കൊടുക്കണേ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തെ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭരണാകളെയും ഒത്ത് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രസന്നേണ്ടി പ്രാർത്ഥിക്കണം. രാജ്യത്തെ എല്ലാ ബുദ്ധിജ്ഞാനം കുടുംബങ്ങൾക്കും വ്യക്തികൾക്കെല്ലാം അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു. മാത്രമേ ഇന്ത്യ ഒത്ത് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ പ്രയാസത്തിലേക്ക് എല്ലാവരും കർത്താവ് യാത്രയായിരിക്കുന്ന കർത്താവ് സൂക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ കർത്താവെ കാത്തുള്ളതിനെ പ്രാർത്ഥന ജോലിക്കാരെല്ലാം കൊടുപ്പത്തേനും കർത്താവ് എല്ലാവരും സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്ഥാപിച്ചതോളം ഞങ്ങൾ സഹായിച്ചതിനായി കർത്താവെ പ്രിയ സജിക്ക് കർത്താവെ ഒരു വർഷം കൂടെ കർത്താവ് കർത്താവ് ജീവിച്ച് വായിച്ചാര്യ കുടുംബത്തിനും സഭയ്ക്ക് അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും അംഗീകരിക്കാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ച ഞങ്ങൾ കൂടി ഒരു വിമാനന്റെ ചുരങ്ങളെ കാത്തുള്ളവനാണ്. പ്രാർത്ഥന യാചനയും കേട്ടുണ്ട്. സ്വതം യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ അനുഗ്രഹത്തോടെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.